ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് അവരോടുള്ള സെയിം ഫീലിങ്സ് തന്നെയാണോ തിരിച്ചുമുള്ളത്, ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി, ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രാപ്ഡ് സിറ്റുവേഷനിലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഒരു ഇമോഷണൽ പെയിൻ അനുഭവിച്ചിരിക്കുന്ന ഒരു ടൈമിലോ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ആയിരിക്കാം മേ ബി ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അവരേതെങ്കിലും ഒരു ബ്രേക്കപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത്രയധികം വേദനിച്ചിരിക്കുന്നൊരു സമയത്തോ നിങ്ങളായിരിക്കാം അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു ലൈഫിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങളുടെ ലൈഫിലും ആവർത്തിച്ചിരിക്കുന്നു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ബ്രേക്കപ്പ് ഇഷ്യൂസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ വീണ്ടും റിപ്പീറ്റിംഗ് ദ സെയിം തിങ്, അത് തന്നെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ആ ഒരു വീല് കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുരന്തം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ അതിനിരട്ടിയായിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ആഗണി ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഇവരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട് മാറിയിരുന്നതെങ്കിൽ, ഇന്ന് ഇവർ കാരണം തന്നെ നിങ്ങൾ അടുത്ത ഒരു മെൻ്റൽ പെയിനിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സഫറിങ്ങിലേക്ക് നിങ്ങൾ വീണ്ടും വന്ന് വീണിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറൻലി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്തു ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ എന്താണ്, അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് കരുതുന്നത്, ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇത് മായ്ച്ചു കളഞ്ഞിട്ടാണോ ആ ഒരു പേഴ്സൺ പോയിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ടോട്ടലി രണ്ട് പേരും പരസ്പരം പരിചയമില്ലാത്തൊരു രീതിയിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് എത്തിയത് ഒരു പക്ഷേ ഇവർ പറഞ്ഞ് നിർത്തിപ്പോയതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവുക. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളുടേത് മാത്രമാകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ മറ്റാർക്കും സ്വന്തമാവാൻ പാടില്ല എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു പൊസസീവ് ബിഹേവിയർ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടും അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനോടും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാരേജ് തീരുമാനിച്ച വ്യക്തികളായിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം നിങ്ങളുടേത്. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് വൈഫ് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോ ആ ഒരു രീതിയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു പേഴ്സണോട് സ്റ്റിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പോലും ആ ഒരു പൊസസീവ്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റാർക്കും അവരെ വിട്ടുകൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടേത് മാത്രമാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ട്രോങ് ഡിസിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കറൻലി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു ടൈം അവരവരുടെ വർക്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണി മേക്കിങ്ങിലായിരിക്കാം, ആ ഒരു കാര്യത്തിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫോക്കസ് ഫുൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും എന്നതിന് ഉറച്ച് വിശ്വസിച്ചാണ് അവരതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ചോയ്സസ് ഉള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാരുള്ളൊരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന മറ്റു പലരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സിംഗിൾ ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവരിപ്പോൾ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ അവർ അത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ അവർ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഫോഴ്സ്ഫുള്ളി ആയിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ്. മേ ബി ആ ഒരു തേർഡ് പാർട്ടിയിലേക്കാണ് ഇവർ പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് പ്രത്യക്ഷത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. ഇവരുടെ മൈൻഡിൽ ഇവർ ആ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് യാതൊരു വാല്യൂയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു സിംഗിൾ ഫിഗർ എന്ന് പറയാനായിട്ടുള്ള കാര്യം. അതായത് ഒരാൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്ന ആ ഒരു ലേബലിംഗ് ചെയ്ത് വെക്കുന്നതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ആ പുറമേ കാണുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അവർ ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു വ്യക്തി അവരുടെ കൂടെയുള്ള പേഴ്സണെ അങ്ങനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അവർക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര സഹകരണം എല്ലാം അവിടെ വേണം, എല്ലാ ഫീലിങ്സും വേണം. പക്ഷെ അതിനൊന്നും തയ്യാറല്ലാതെ പുറമേ മാത്രം ഒരുപക്ഷെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ഒരാൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളുടെ ആ ഒരു മനസ്സുകൊണ്ട് മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഒരു പേഴ്സൺ ആ ഒരു സിംഗിൾ വൈബിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെ ആരുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊന്നും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇവരുടെ ഫോക്കസിലേക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം എന്ന് തന്നെ അവർ കരുതുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവരതൊന്നും ഈ ഒരു സമയം വരെ കമ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട്. പക്ഷേ അതിനായിട്ട് അവർ വളരെ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ആ ഒരു പരിഗണന കൊടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ജോബിനായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മണി മേക്കിങ്ങിനായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ വിചാരിക്കുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സം, എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റോ ഒക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെ വിസിബിളായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇങ്ങനെയാണ്. അവരെന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അതിനുശേഷം മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അതിനുശേഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു നിലനിൽപ്പുള്ളൂ എന്നാണ് അവരുടെ ഒരു തോട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും കൂടി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം എന്താണ് അവർ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടെയുള്ള സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവാം അവരുടെ ആ ഒരു ഗോൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അംബീഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഫോക്കസിങ് കൊടുക്കുന്നത് ആ ഒരു കരിയറോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ധനസമ്പാദനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും മാറ്റി വയ്ക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുൻപ് തന്നെ അവർ മറ്റൊരു കാര്യം ചെയ്യുന്നതിനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ അവരുടെ ഒരു സെൽഫ് ലവിൻ്റെ പാർട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകുള്ളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എവിടെയും പോയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിൽ ആ ഒരു നോ കോൺടാക്റ്റ് പീരീഡിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു സെൽഫ് സഫിഷ്യൻസി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളോ പ്രാധാന്യങ്ങളോ തടസ്സങ്ങളോ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇവർ മാറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണുന്നത്. പക്ഷെ ഒരിക്കലും അവരുടെ മൈൻഡിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ലൈഫ് പ്ലാൻ ചെയ്യുകയോ ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ യുക്തിക്ക് അവരുടെ ചിന്തയായിരിക്കാം ബെറ്ററായിട്ട് തോന്നുന്നത്.
അപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് എത്താൻ കഴിയൂ എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാലൻസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ബാലൻസിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാരേജൊക്കെ തീരുമാനിച്ചിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെ, ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെ തരാനാണ് അവരിഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു പരിഗണന നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ അറിയുന്ന ഒരു കാര്യമാണ്. അവർക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരോട് കാണിച്ച ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു 100/100 എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു എനർജി അവർക്ക് തിരിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതാണ്. അവരിപ്പോൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതിനായിട്ട് അവർക്കൊരു സമയം വേണം. അതിനുശേഷം അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ബെസ്റ്റ് ചോയ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ നിന്ന് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലി ആയിട്ട് അവർക്ക് നിങ്ങളെ മാത്രമേ കാണാനായിട്ട് കഴിയൂ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ എവിടെ ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് തരേണ്ടത് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ബട്ട് സ്റ്റഡി എനർജിയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരുപാട് പൊസസീവ്നെസ്സും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പരിഭവ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു പേഴ്സന് പകരം മറ്റാരെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ അവരെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഭാവിയിൽ ഒരു കുഴപ്പമില്ലാതെ പോകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവർ കുറച്ച് സമയം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു സ്ലോ എനർജി ആണെന്നുണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം നിങ്ങളുടെ ഒരു സിറ്റുവേഷനും എനർജിയൊക്കെ മാച്ചായിട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത്. എങ്കിലും പൂർണ്ണമായിട്ടും എന്തുകൊണ്ട് അകന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം, നിങ്ങളുമായിട്ടുള്ള ഒരു റെസനേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, മാർച്ച് മന്ത്, നമ്പർ 10, ഒക്ടോബർ മന്ത്, ഏരീസ് zodiac sign, letter X, പാലക്കാട് district, number 29, number 1, അത്തം നക്ഷത്രം, കണ്ണൂർ district, number 27, Gemini zodiac sign, number 7, letter F, കാർത്തിക നക്ഷത്രം, ആലപ്പുഴ district, കോഴിക്കോട് district, number 8, letter N, letter B, letter D, D ആണ് കേട്ടോ, number 6, letter G, ഭരണി നക്ഷത്രം, ആൻഡ് ഫൈനലി ചതയം നക്ഷത്രം. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെയാണ്. അവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് യാതൊരു പിടിയില്ല. അതുപോലെ തന്നെ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയോ എന്ന് പോലും അറിയാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെയൊക്കെയാണ് നിങ്ങളുടെ എനർജി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. ഒരു സമയമെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.